ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. സംസ്ഥാന വനിതാ കമ്മീഷന് പിന്നാലെ കേസിൽ കക്ഷി ചേർന്ന വിമൻ ഇൻ സിനിമ കളക്ടീവും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരുടെ നടപടി ഏറെ സംശയാസ്പദമെന്നാണ് WCCയുടെ വാദം. അതേസമയം ഒരു തവണ പുറത്തുവിടേണ്ടതില്ല എന്ന് തീരുമാനിച്ച ശേഷം റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. എല്ലാ ഭാഗങ്ങളുടെയും വാദം കേട്ട സാഹചര്യത്തിൽ ചൊവ്വാഴ്ച വിധി പറയാമെന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഹർജിക്കാരെന്നും അതിനാൽ ഇവരുടെ ആവശ്യം തള്ളിക്കളയണമെന്നുമാണ് വിവരാവകാശ കമ്മീഷനും സർക്കാരും കേസിൽ വാദിച്ചത്. റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ കമ്മിറ്റിയെ നിയോഗിച്ചതിന് സാധ്യത തന്നെ ഇല്ലാതായി പോകുമെന്നും വനിതാ കമ്മീഷനും WCCയും ചൂണ്ടിക്കാട്ടി. തങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതെന്ന് കേസിൽ കക്ഷി ചേരാൻ നൽകിയ ഹർജിയിൽ WCC പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ തങ്ങളെ കക്ഷിയാക്കാൻ ഹർജിക്കാർ തയ്യാറായില്ല. ഏതെങ്കിലും വിധത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരുന്നാൽ അത് തങ്ങളെയും ബാധിക്കുന്ന കാര്യമാണെന്നും അതിനാൽ കേസിൽ കക്ഷി ചേർക്കണമെന്നുമാണ് WCC ആവശ്യപ്പെട്ടത്. കേസ് വിവരാവകാശ നിയമങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചിന് മുമ്പാകെയായിരുന്നു വരേണ്ടതെങ്കിലും മിസ്ലേനിയസ് വിഭാഗത്തിലേക്കാണ് ഹർജിക്കാർ അത് സമർപ്പിച്ചതെന്നും WCC ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിർമ്മാതാവായ സജിമോൻ പറയൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തത്. തുടർന്ന് 3 ദിവസങ്ങളിലായി നടന്ന വാദമാണ് ബുധനാഴ്ച പൂർത്തിയായത്. കേസിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷനും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വാദിച്ചു. കേസിൽ കക്ഷി ചേർന്ന വിമൻ ഇൻ സിനിമ കളക്ടീവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ആവശ്യപ്രകാരമാണ് 2017 സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. 2019 റിപ്പോർട്ട് കൈമാറി. എന്നാൽ ഇത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ അടക്കം നൽകിയ അപേക്ഷയിലാണ് സ്വകാര്യതയിലേക്ക് കടക്കുന്ന ഭാഗം ഒഴിവാക്കി റിപ്പോർട്ട് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്.